വീണ്ടും വാർത്തകളിലേക്ക്. നിലമ്പൂരിലുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്നതിന് ഘടകവിരുദ്ധമായാണ് CPI നേതാവിൻ്റെ പാലക്കാട്ടെ ഈ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. എന്തിനായാലും ഇതിൽ മുൻപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും ഇതിനെ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ മുതലെടുപ്പായി കാണുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇതിൽ CPI CPM തമ്മിലൊരു ചേരിപ്പോര ഇതിന് പിന്നാലെ ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും അത്രയ്ക്കും കനത്ത പരാജയം തന്നെയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ഉണ്ടാകുന്നത്. സിറ്റിംഗ് സീറ്റിൽ പോലും തോൽവി നേരിടേണ്ടി വന്ന M സ്വരാജിന് വളരെ വലിയൊരു ക്ഷീണം തന്നെയാണ് അത് LDFനും സംഭവിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPM CPI ചേരിപ്പോര രൂക്ഷമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സംബന്ധിച്ച് ഇതിൻ്റെ അല്ലെങ്കിൽ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ആര് എന്ന് സംബന്ധിച്ചുള്ളൊരു ചോദ്യം മറുവശത്ത് ഉയരുന്നുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് മറ്റു വിവരങ്ങൾ? വികാരം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് CPI മുതിർന്ന നേതാവായ പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നും അതാണ് നിലമ്പൂരിൽ സംഭവിച്ചത് എന്നും പന്ന്യൻ രവീന്ദ്രൻ പറയുകയുണ്ടായി. നിലമ്പൂരിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്. ജമാഅത്ത് ഇസ്ലാമിയെ ഉൾപ്പെടെ കൂട്ടുപിടിച്ച ആ ഒരു തന്ത്രമാണ് വിജയിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പരാജയം അത് വലിയ രീതിയിൽ ചർച്ചയാവുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പന്ന്യൻ രവീന്ദ്രൻ ഈ പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ തന്നെ ഈ LDFൻ്റെ വോട്ടുകളിൽ കുറവ് വന്നിട്ടില്ല എങ്കിൽ പോലും ഈ ജമാഅത്തെ വോട്ടുകൾ അത് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നും അത് കോൺഗ്രസ് കൃത്യമായ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് അതിനെ സമാഹരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നും പന്ന്യൻ രവീന്ദ്രൻ പറയുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ സൂംബ സംബന്ധിച്ചുള്ള കാര്യത്തിലും അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഈ സൂംബയെ വിവാദവൽക്കരിക്കാൻ ആരും ശ്രമിക്കരുത്. ഈ കുട്ടികൾക്ക് നല്ലതിന് വേണ്ടിയാണ് സൂംബ നടപ്പാക്കുന്നത്. സർക്കാർ ആരെയും നിർബന്ധിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും സൂംബ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് തന്നെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു അഴകുഴമ്പൻ നിലപാട് പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ അത് അടിച്ചേൽപ്പിക്കരുത് അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ സമാന രീതിയിൽ തന്നെയാണ് പറയുന്നത്. സർക്കാർ ആരെയും നിർബന്ധിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം എടുത്ത് പറയുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്.